വാർത്തവിശദമായി ലോൺ ആപ്പുകാരുടെ ഭീഷണിക്ക് പിന്നാലെ കാണാതായ വടകര സ്വദേശി വിഷ്ണുവിനായി അന്വേഷണം പോലീസ് ഊർജിതമാക്കി. വിഷ്ണുവിനെ കാണാതായ ദിവസത്തെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കൂട്ടുകാരനൊപ്പം നടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. വടകര സ്വദേശി വിഷ്ണുവിനായി പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. ലോൺ ആപ്പുകാരുടെ ഭീഷണിക്ക് പിന്നാലെയാണ് വിഷ്ണുവിനെ കാണാതായത് എന്നതാണ് കുടുംബമടക്കം ആരോപിക്കുന്നത്. ഈ സംഭവത്തിലാണ് വിഷ്ണുവിനായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. വിഷ്ണുവിനെ കാണാതായ ദിവസത്തെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. കൂട്ടുകാരനൊപ്പം നടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളുള്ളത്. 10,000 രൂപയാണ് ഇത്തരത്തിൽ വിഷ്ണു ഈ ഒരു ലോൺ ആപ്പിൽ നിന്നും എടുത്തത്. അതിനുശേഷം തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി ലോൺ ആപ്പുകാരുടെ ഭീഷണി ഉണ്ടാവുകയായിരുന്നു. ഇതേ തുടർന്നാണ് വിഷ്ണു നാട് വിട്ടത് എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. റിയാസ് KM ചേരുന്നു. റിയാസ്, ഇപ്പോൾ CCTV ദൃശ്യങ്ങളടക്കം വിഷ്ണു കൂട്ടുകാരനൊപ്പം നടന്നു പോകുന്നതാണ് തെളിയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ കേസിൽ വളരെ നിർണായകമായ CCTV ദൃശ്യമാണ് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത്. ഈ മാസം 13-ാം തീയതിയിലെ ദൃശ്യമാണ് പോലീസിന് ലഭിച്ചത്. വടകര ബസ് സ്റ്റാൻഡിൽ നിന്നുള്ളതാണ് ദൃശ്യം. ഈ ദൃശ്യത്തിൽ വിഷ്ണുവും കൂട്ടുകാരനും വടകര ബസ് സ്റ്റാൻഡിലൂടെ നടന്നു പോകുന്നതാണ് ദൃശ്യം. ഏറ്റവും നിർണായകമായ മറ്റൊരു തെളിവ് എന്ന് പറയുന്നത് ഈ ബസ് സ്റ്റാൻഡിലെ ATM കൗണ്ടറിൽ നിന്ന് വിഷ്ണു 1000 രൂപ പിൻവലിച്ചിരുന്നു എന്ന തെളിവാണ്. തന്റെ സഹോദരരുമായി വിഷ്ണു അവസാനമായി ചാറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇത് എന്നതും ഒരു പ്രത്യേകതയുണ്ട്. അതിനുശേഷമാണ് സഹോദരനുമായി ചാറ്റ് ചെയ്യുകയും പിന്നീട് വിഷ്ണുവിനെ കാണാതാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ലോൺ ആപ്പുകാരുടെ ഭീഷണി വിഷ്ണുവിന് ഉണ്ടായിരുന്നതായി പോലീസ് വ്യക്തമാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വടകര സ്വദേശിയായ വിഷ്ണുവിനെ കാണാതായത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. ഇതേ തുടർന്ന് ബാംഗ്ലൂരുവിലും മംഗളൂരുവിലും എല്ലാം തന്നെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. അതിൽ തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും നിർണായകമായ ഒരു CCTV ദൃശ്യം എന്ന രീതിയിൽ വടകരയിലെ ഈ ദൃശ്യം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ കടബാധ്യത വിഷ്ണുവിന് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് ലോൺ ആപ്പിലെ തിരിച്ചടവ് മുടങ്ങുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിഷ്ണുവിന്റെ ഭീഷണി ഉണ്ടായിരുന്നു. വിഷ്ണുവിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഈ ബന്ധുക്കൾക്കും മറ്റുമായി അയച്ചു കൊടുത്തിരുന്നു. അതിന്റെ തുടർന്നാണ് വിഷ്ണുവിനെ കാണാതായത് എന്നുള്ളതാണ് പോലീസ് ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു അന്വേഷണമാണ് പ്രധാനമായും ലോൺ ആപ്പ് തട്ടിപ്പ് സംഘത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുവിന്റെ ബൈക്കുമൊക്കെ കാണാതായിരുന്നു. അത് ആ ഒരു നിർണായകമായ ഒരു വിരൽ ചൂണ്ടുന്ന ഒരു തെളിവായാണ് ഇപ്പോൾ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ശരി, ലോൺ ആപ്പുകാരുടെ ഭീഷണിക്ക് പിന്നാലെ കാണാതായ വടകര സ്വദേശിയായ വിഷ്ണുവിനായി അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. വിഷ്ണുവിനെ കാണാതായ ദിവസത്തെ CCTV ദൃശ്യമടക്കം പുറത്തു വന്നിട്ടുണ്ട്. കൂട്ടുകാരനൊപ്പം നടന്നു പോകുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്.